എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തൈറോയിഡിനെ കുറിച്ച് നോക്കാം. ഇന്ന് എല്ലാവർക്കും അറിയുന്നതാണ് തൈറോയിഡ് ഉള്ള അവസ്ഥ. ജീവിതശൈലിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയായി ഇപ്പോൾ തൈറോയിഡ്, അതിൻ്റെ മെഡിസിൻ കൂടി എല്ലാവരും കഴിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്ത്രീകൾക്കായിരുന്നു പണ്ടുകാലത്ത് തൈറോയിഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുട്ടികളിലും പുരുഷന്മാരിലൊക്കെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ തൈറോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന് താഴെയായിട്ട് ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്. അവിടെ തൈറോക്സിൻ എന്ന T4 എന്നുള്ള ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഉപാപചയ പ്രവർത്തനത്തിനും കുട്ടികളിൽ അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും ഒത്തിരി ആവശ്യമുള്ളതാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അല്ല, ഈ തൈറോയ്ഡ് ഗ്രന്ഥി ചിലവരിൽ ഓപ്പറേഷൻ ചെയ്ത് നീക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. നമ്മുടെ മെയ് 25 എന്ന ദിവസം തൈറോയിഡ് ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. ഇതിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ് ഉണ്ട്, ഹൈപ്പോ തൈറോയിഡ് ഉണ്ട്. പിന്നെ അവിടെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഗോയിറ്റർ. നമുക്ക് ചില ആളെ കഴുത്ത് മാംസപേശികളിൽ നിന്ന് തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. ഇതാണ് ഗോയിറ്റർ എന്നുള്ള അവസ്ഥ. ഗ്രേവിസ് രോഗം ഇതിന് പിടിപെടുന്നുണ്ട്. ഇത് കൂടുതലായി കഴിഞ്ഞാലാണ് ക്യാൻസർ എന്ന സ്റ്റേജിലേക്ക് പോകുന്നത്. നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് പറയാറുണ്ട്, ആഹാരമാണ് ഔഷധം, ഔഷധമായ ആഹാരം എന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഹാരം ഔഷധമായിട്ട് കഴിച്ചില്ലെങ്കിൽ ആഹാരം പോലെ ഔഷധം കഴിക്കേണ്ടി വരും. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദിനചര്യ മാറ്റാതിരിക്കുമ്പോൾ ഒരുപാട് മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകാറുണ്ട്. ഇത് പ്രധാനമായും അയഡിൻ്റെ അഭാവം കൊണ്ടാണ് തൈറോയിഡ് ഉണ്ടാകുന്നതെന്നാണ് മോഡേൺ മെഡിസിൻസ് ഒക്കെ പറയുന്നത്. അതിനുശേഷമാണ് അയഡിൻ അടങ്ങിയ ഉപ്പുകൾ നമ്മുടെ മാർക്കറ്റിൽ വരുന്നത്. എന്നാൽ ഇത് തൈറോയിഡ് കൂടിയ അവസ്ഥയിലുള്ളവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയാണ് ചെയ്യുന്നത്. തൈറോയിഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വ്യക്തികൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭാരക്കുറവോ കൂടുമ്പോൾ ഇവർ ഡോക്ടറെ അടുക്ക പോകുമ്പോൾ അവിടുന്ന് രക്തം ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് തൈറോയിഡിൻ്റെ വ്യത്യാസം കാണപ്പെടുന്നത്. അന്നേരം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തൈറോയിഡ് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതാവസാനം വരെ ഈ മരുന്ന് കഴിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ ഇത് ജീവിതശൈലി രോഗം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ജീവിതശൈലി, നിങ്ങളുടെ ഫുഡിലും ദാഹത്തിലും വിശ്രമത്തിലും ഉറക്കത്തിലും ഒക്കെ മാറ്റം വരുത്തിയാൽ ഇതിൻ്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പ്രധാനമായിട്ട് നിങ്ങൾ ഈ അയഡിൻ അടങ്ങിയ ഉപ്പ് 3, 4, 5 നേരം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ വീണ്ടും അയഡിൻ ഒരുപാട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുക്ക വന്ന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭക്ഷണം വിശന്ന് മാത്രം ആഹരിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ശരീരത്തിൽ കിട്ടുന്ന ഉപ്പിൻ്റെ അളവ്, ഇപ്പോൾ അയഡിൻ ഉപ്പായപ്പോലും വളരെ 1, 2 നേരം മാത്രമേ ഭക്ഷണം കഴിക്കേണ്ടി വരും. വിശപ്പ് നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മനുഷ്യന് അത്രയും കുറച്ച് ഭക്ഷണം മാത്രമേ ആവശ്യമുണ്ടാകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഇത്തരം ഉപ്പിൻ്റെ അളവും നമ്മുടെ ശരീരത്തിലെത്തുന്നത് കുറയുന്നത് കാണാൻ വേണ്ടി പറ്റും. ക്ഷീണം ഉള്ളപ്പോൾ വിശ്രമിക്കാനാണ് അക്യുപഞ്ചറിസ്റ്റുകൾ പറയുന്നത്. ആ വിശ്രമം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ഷീണം മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഉറക്കം നന്നായിട്ട് 9 മണി മുതൽ 3 മണി വരെയോ 4 മണി വരെയോ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ട് രാവിലെ ആവുമ്പോഴത്തേക്ക് മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തൈറോയിഡ് ഉള്ള ബുദ്ധിമുട്ട് മാറി പൂർണ്ണമായിട്ട് ആ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നല്ലൊരു ജീവിതശൈലിയിലേക്ക് വരാൻ വേണ്ടി പറ്റും. അതുപോലെ പ്രധാനമാണ് മനസ്സ് എന്നുള്ളത്. മനസ്സാണ് ഏറ്റവും പ്രധാനം. ഞാൻ രോഗിയാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ എന്ത് ചികിത്സ സ്വീകരിച്ചാലും നിങ്ങൾ രോഗിയായിട്ട് മാറും. നേരെ മറിച്ച് മനസ്സിൽ സന്തോഷവും സമാധാനവും നിറക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക്, നല്ല ആരോഗ്യവും മാനസികമായി ശാരീരികമായി നല്ല ആരോഗ്യത്തോടെ ഉന്മോഷത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റും. അയഡിൻ അടങ്ങിയിരിക്കുന്ന ഉപ്പ് പരമാവധി കുറച്ചുകൊണ്ട്
ജീവിച്ച് കഴിഞ്ഞാൽ ഭക്ഷണങ്ങൾ പരമാവധി ക്രമീകരിച്ചുകൊണ്ട് നല്ല ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കി അതെപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസവും അങ്ങനെ ഒരു ഇത് ബാക്കി ദിവസം ഡെയിലി കഴിക്കുന്നത് നല്ല ഫുഡുകളായിട്ട് അത് വിശക്കുമ്പോൾ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ രോഗങ്ങളൊന്നും അധികം ഇല്ലാതെ മാനസികമായും ശാരീരികമായും നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.